ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ആദ്യത്തെ കോവയ്ക്കായ ഇന്ന് ജൂലൈ 25. ഇന്നാണ് ഇക്കൊല്ലത്തെ ആദ്യത്തെ 3 കോവയ്ക്ക കിട്ടണത്. ഇന്ന് കായ്ച്ചു തുടങ്ങിക്കൊള്ളുമായിരിക്കും മഴയില്ലെങ്കിൽ. അപ്പോൾ അതിന് തന്നെ കറി വയ്ക്കാനില്ല. അപ്പം ഇന്ന് ചെന്ന് നോക്കിയപ്പോൾ 2-3 പാവലയിലായിട്ട് 5-6 കോവയ്ക്ക കിട്ടി. ഈ കുഞ്ഞു പാവയ്ക്കകളൊക്കെ മുട്ടത്തോട് പോലത്തെ തൊലിയേ ഉള്ളൂ. അതൊക്കെ അരിഞ്ഞെടുത്ത് ഇതെല്ലാം കൂടെ കൂട്ടി ഒരു തോരൻ വയ്ക്കാമെന്ന് കരുതുന്നു. ഏതാണേലും പാവയ്ക്കയുടെ കൂടെ കോവയ്ക്ക നല്ല കോമ്പിനേഷനാണല്ലോ. പാവയ്ക്കയും കോവയ്ക്കയും അരിഞ്ഞെടുത്തു. ഒരു പാവയ്ക്ക ഒരു കോവയ്ക്ക ഇച്ചിരി പഴുത്തതായിരുന്നു. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള തേങ്ങ ചേർക്കാം. ഞാൻ കണക്ക് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനാവശ്യത്തിനൊരു തേങ്ങ ഇതിൻ്റെ മുകളിൽ കാണാൻ മാത്രം ഇടും. ഇനി ഈ തേങ്ങയുടെ മുകളിൽ നന്നായിട്ട് കാണാൻ പാകത്തിന് കൊച്ചുള്ളിയും, പാവയ്ക്കയല്ലേ അപ്പോൾ അതിന് ഇച്ചിരി കയ്പുണ്ടല്ലോ, അപ്പോൾ നല്ലപോലെ കൊച്ചുള്ളി ഇടണം. കൊച്ചുള്ളി, അല്പം ഒരു 2 മുളക് അരിഞ്ഞത്, പിന്നെ ഒരല്പം ഇഞ്ചിയാക്കും ചെറുതാക്കി അരിഞ്ഞത്. ഇനി ആവി കയറി കഴിയുമ്പോൾ ഇത്തിരി കരിവേപ്പിലയും ഇടും. അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെ തൂളി ഇത് ഇളക്കി, പാവയ്ക്കയല്ലേ അപ്പോൾ ഇച്ചിരി ഉപ്പ് ഒരു ടീസ്പൂണോളം വേണം. അത് നമ്മൾ ചേർത്തിട്ട് ഇളക്കി. ഇനി ഇതിന് വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. തീ ആദ്യം ഒരല്പം കുറച്ച് വെച്ച് ചട്ടി ചൂടായി ഇത് പിന്നെ വെള്ളം ഇറങ്ങി തുടങ്ങുമ്പം തിരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് കറിയാക്കാം. അപ്പോൾ ഇത് കൊണ്ടുപോയി അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് നമ്മുടെ പാവയ്ക്ക കറി എന്തായെന്ന് നോക്കാം. ആവി കയറി കറിവേപ്പില ഇട്ട് കൊടുത്തു. കണ്ടോ, നന്നായിട്ട് ഒന്നോടെ തട്ടിപ്പൊത്തി മൂടി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടാൽ 1 മിനിറ്റും കൊണ്ട് കറി റെഡി ആയിക്കോളും. ഒട്ടും വെള്ളം ചേർത്തില്ല, നിങ്ങൾ കണ്ടതല്ലേ. പക്ഷേ ആവി കയറി തന്നെ വെന്തു. അങ്ങനെ വേകുന്നതാണ് കറിക്കൊരു ടേസ്റ്റ്. നിങ്ങൾ വേണമെങ്കിലും വെള്ളമൊന്നും ഒഴിക്കാതെ അടുത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിടണമെന്നേ ഉള്ളൂ, ചോട്ടിപ്പിടിക്കാതെ. കടുകും പൊട്ടിച്ചില്ല, എണ്ണ ഒഴിച്ചില്ല, വെള്ളം ഒഴിച്ചില്ല. പക്ഷേ കറി നോക്കി നല്ല ആവിയിൽ വേകുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്, വെന്തങ്ങ് വെള്ളം പറ്റുമ്പോഴത്തേന്. അപ്പം നിങ്ങൾ ഇതും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒന്നോടെ നോക്കാം. വെള്ളം പറ്റി. ഇനി ഇതിവിടെ മൂടി വെച്ചാൽ മതി. തീ നിർത്താം. തീ ഓഫ് ചെയ്തു മൂടിയോടെ വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി റെഡി ആയിക്കോളും. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഇനി നമുക്കത് നിരത്തി വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പാവയ്ക്കയും കോവയ്ക്കയും കൂടെയുള്ള മിക്സറായിട്ടുള്ളൊരു തോരൻ കറിയാണ്. അപ്പോൾ പാവയ്ക്കയും കോവയ്ക്കയും കൂടെ ചേർന്നുള്ളൊരു കുഴപ്പമില്ല. പാവയ്ക്കയുടെ കയ്പ്പ് ഇച്ചിരി കുറയുകയും ചെയ്യും. കോവയ്ക്ക നമുക്ക് 2-3 എണ്ണം കിട്ടുമ്പോൾ നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുകയും ചെയ്യാം.